എനിക്കൊരു ആഗ്രഹവും ഒരു കണ്ടീഷനുമില്ലാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ പ്രമോദാണോ സംസാരിക്കുന്നത്? പ്രമോദാണോ സംസാരിക്കുന്നത്? ഞാൻ പല പ്രാവശ്യവും ഇത് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. കേരളത്തിലെ ജനങ്ങളെ ഈ ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണം. എനിക്കൊരു ആഗ്രഹവും ഒരു കണ്ടീഷനുമില്ലാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്ന അർത്ഥമില്ല. മാത്രമല്ല, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വേണ്ടിയുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്, ആർക്കും അതിജീവിക്കാൻ പറ്റാത്തവണ്ണം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും എൻ്റെ നിലപാട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയാണ്. കസേര നോക്കിയിട്ടല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ. അല്ല, തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയും എന്തിനേറെ പറയുന്ന കൊച്ചു പാർട്ടികളെന്ന് പറയുന്ന പാർട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളുണ്ട്. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയാനുള്ളത്, കോൺഗ്രസ് എടുത്തൊരു നിർണായകമായ തീരുമാനമായിരുന്നു. ഞങ്ങൾ ബത്തേരിയിൽ നടന്ന ക്യാമ്പിലെടുത്ത തീരുമാനമാണ്. ഒരു വർഷം മുമ്പെടുത്ത തീരുമാനമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും റിപ്പീറ്റ് ചെയ്തതാണ്. ഒരു നേതാവും താഴെത്തട്ടിലെ സ്ഥാനാർത്ഥിയെ നേരത്തെ തീരുമാനിച്ച് പറയേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം പ്രവർത്തകർക്കാണ്. പ്രവർത്തകർ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഒന്നാമതായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ലക്ഷോപലക്ഷം വിയർപ്പൊഴുക്കിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ പോലീസില്ല, ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാർഡ് വിഭജനം നടത്തിയ കോഴിക്കോട് താങ്കൾക്കറിയാമല്ലോ, കോഴിക്കോട് ചാലപ്പുറം അടക്കം വാർഡ് വിഭജനം നടത്തി ആരെ ജയിപ്പിക്കാനായിരുന്നു? CPM BJPയെ ജയിപ്പിക്കാൻ, കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ടായിരുന്നു ആ വാർഡ് വിഭജനം. അപ്പോൾ ഈ വാർഡ് വിഭജനത്തിലൂടെ തോൽപ്പിക്കാൻ എല്ലാം ശ്രമിച്ചിട്ടും ജയിച്ചത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും നടത്തിയ ത്യാഗപൂർണ്ണമായിട്ട് പ്രവർത്തനങ്ങളാണ്. ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അവർ നടത്തിയ സ്ഥാനാർത്ഥി നിർണ്ണയം 90% സ്ഥലങ്ങളിലും ശരിയായിരുന്നു, അതനുസരിച്ചാണ്. അതുപോലെ തന്നെ നേതാക്കന്മാരെല്ലാവരും നന്നായി പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കയ്യിൽ മറ്റായുധങ്ങളില്ലെങ്കിലും എല്ലാവരും നന്നായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അക്കാര്യത്തിൽ.